ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ഗോവിന്ദനോട് വിനോദ് പറയുവാണ്, ഗോവിന്ദേട്ട, സത്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നോട് ഇതിലൊക്കെ സൈൻ ചെയ്യാൻ പറഞ്ഞത് വരുണേട്ടനാണ്. അത് കേട്ടതും പ്രിയ, വരുണേട്ടൻ എന്ത് പറഞ്ഞാലും നീ സൈൻ ചെയ്യാനിരിക്കുവാണോടാ? അതല്ലല്ലോ നിന്റെ ജോലി. നിനക്ക് അവിടുത്തെ ജോലി നോക്കിയാൽ പോരെ. അപ്പോൾ പ്രിയ, എനിക്കൊന്നും അറിയില്ല. ദേ, ഞാൻ സൈൻ ചെയ്ത പേപ്പറൊക്കെ പരിശോധിച്ചത് സുവർണയാണ്. അത് കേട്ടതും ഗോവിന്ദ്, അതെ സുവർണയാണ്, അതെനിക്ക് നന്നായിട്ടറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനുള്ള ഉത്തരം സുവർണ പറയണം. ആരുടെ അക്കൗണ്ടിലേക്കാണ് ആ പൈസ അയച്ചതെന്ന് എനിക്കറിയാം. കരൺ നായക് എന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് 25 ലക്ഷം രൂപ പോയിരിക്കുന്നത്. അതെങ്ങനെ പോയി, എന്തിനു പോയി, എന്തിനു വേണ്ടി പോയി എന്നൊക്കെ എനിക്ക് ഇപ്പം തന്നെ സുവർണ പറയണം. മര്യാദയ്ക്ക് ഉത്തരം പറ. അത് കേട്ടതും രാധിക ഞെട്ടി. ഈശ്വര, കരൺ നായക് ഗീതുവിനെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണെന്നും ഗീതുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് 25 ലക്ഷം രൂപ വരുൺ അങ്ങോട്ട് കൊടുത്തതാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വഷളാവും. അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം സുവർണയോട് ഗോവിന്ദ് പറയൂ സുവർണ, എനിക്കത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. പറയാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും സുവർണ പേടിച്ചിങ്ങനെ നിൽക്കുക. പറയുന്നോ ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കണോ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് സുവർണ ഞെട്ടിപ്പോയി. സുവർണ, ഞാൻ പറയാം സാർ, വരുൺ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ആ 25 ലക്ഷം കരൺ നായകിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത്. അത് കേട്ടതും ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് നേരെ തിരിഞ്ഞു. ചിരിയും ദേഷ്യവും ഒരുമിച്ച് ഗോവിന്ദൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഈശ്വര, ഇവൾ ഒറ്റ കൊടുത്തല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക. നീ മാത്രമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. വെറും 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ കമ്പനിയെ ചതിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. അപ്പോൾ എല്ലാവരും ഞെട്ടലോടുകൂടെ നിൽക്കുമ്പോൾ രാധിക, ഈശ്വര, ഇവനെ ഇപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദ് അവനെ തല്ലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാം. അതാ നല്ലത്. അങ്ങനെ എനിക്ക് എൻ്റെ മോനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും ഗോവിന്ദ് വരുണിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. എടാ, നീ ചെയ്ത കാര്യം. ഈ സമയം രാധിക ഗോവിന്ദിനെ തട്ടിമാറ്റി, കണ്ണാ മാറി നിൽക്ക്, ഇവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ അടി വരുണിൻ്റെ കവളത്തിട്ട്. വരുൺ അടി കൊണ്ടതും ആകെ ഞെട്ടി ഇങ്ങനെ കവളത്ത് കയ്യും വെച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ വിചാരിച്ചേ? ഈ കുടുംബത്തെ ചതിക്കാന്നോ? 25 ലക്ഷം രൂപ ഇവനെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും കണ്ണാ. കരൺ നായക് എന്നുള്ള പേരൊക്കെ വ്യാജരേഖകളായിരിക്കും. ഇവൻ 25 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഇവൻ പലതും ചെയ്യും. ഇനി മേല നീ ഈ വീട്ടിൽ നിന്ന് പോരുത്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ്, അമ്മേ മതി, ഇനി ഞാൻ ചോദിക്കാം. വേണ്ട മോനെ, വേണ്ട, നീ ഇവരോട് ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇവനെ വളർത്തി വലുതാക്കിയത് ഞാനല്ലേ, എനിക്കറിയാം. ഇവൻ തന്നെ തെറ്റ് ചെയ്യുള്ളൂ. 25 ലക്ഷം രൂപ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോടാ. ഇനി ഈ വീട്ടിൽ നിൽക്കാൻ നിനക്ക് ഒരവകാശവും ഇല്ല എന്നും പറഞ്ഞ് വരുണിനെ ഇറക്കി വിടുക. അപ്പോഴേക്കും എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്, ഇനി നീ ഇവിടെ നിൽക്കരുത്, ഇറങ്ങാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ വരുൺ ആകെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയി നിൽക്കുക. ഈ സമയം എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ രേഖയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഈശ്വര, വരുണേട്ടനെ രക്ഷിക്കാൻ പോലും തനിക്ക് അധികാരമില്ല. കാരണം താനൊന്ന് രക്ഷിക്കാൻ പോയാൽ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് വരുണേട്ടൻ തന്നെ തള്ളിപ്പറയും. അതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് രേഖ എങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരയുക. ഈശ്വര, എൻ്റെ മോനെ ഞാൻ ഇറക്കി വിട്ടല്ലോ, എങ്ങനെയും അവനെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വരുൺ പുറത്തുനിന്ന് ആലോചിക്കുവാണ്. ഈ സമയമാണ് ഗീതുവിൻ്റെ കാറ് വരുന്നത്. കാറിൽ നിന്നും ഇറങ്ങി ഗീതു പതുക്കെ നടന്നു വരുമ്പോഴത്തേക്കും സുവർണ വരുണിൻ്റെ അടുത്തേക്ക് സാർ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. മിണ്ടിപ്പോകരുത്, നീ അവസാനം എന്നെ ഒറ്റി അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? എല്ലാ തെളിവുകളും കൊണ്ടല്ലേ ഗോവിന്ദ് സാറ് നമ്മുടെ മുൻപിൽ വന്ന് നിന്നത്. അപ്പം പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും? അതൊക്കെ ചെയ്തത് നീയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തന്നാന്നെ. ഒരു പെണ്ണാണെന്നുള്ള അർത്ഥത്തിൽ ഗോവിന്ദ് സാറ് നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയുള്ളായിരുന്നു. അത് കേട്ടതും എനിക്ക് പേടിയാണ് സാർ, ഈ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, സാറ് ധൈര്യമായിട്ടിരിക്കേ. അപ്പോഴേക്കും ഗീതു വരിക. എന്താ ഇവിടെ പ്രശ്നം എന്നും ഗീതു ചോദിക്കുകയാണ്. എടി, ഇതൊക്കെ ചെയ്തത് നീയാണെന്ന് എനിക്കറിയാം. ഇതിനൊക്കെയുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുന്നുണ്ടടി. എന്തായാലും ഈ വരുൺ ഈ വീടിൻ്റെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതിന് നിനക്ക് തക്കതായ ശിക്ഷ തന്നിട്ടേ ഇറങ്ങൂ. അത് കേട്ടതും അതെ, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്. ഇതിപ്പോൾ പൊട്ടനാട്ടം കാണുന്നത് പോലെയുണ്ട് എന്നും ഗീതു. നീ പൊട്ടിയാണെന്ന് എനിക്കറിയാടി, നീ പൊട്ടിയെ പോലെ അഭിനയിക്കുകയാണെന്നും എനിക്കറിയാം.
നീ എന്താ ചെയ്താലും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വരുൺ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിന്നെയും പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. വരുൺ സാർ വേണ്ട, ഇവള് ശരീരത്തിൽ എന്തെങ്കിലും ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ വരുണിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആരെയും ഈ വരുൺ പേടിക്കുകയില്ല. ഇനി ഇവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ആരുടെ മുന്നിലും ഇവളെ ഞാൻ കൊല്ലും. ഇവള് ചെയ്ത കാര്യത്തിനാ ഇന്ന് എന്നെ പുറത്താക്കിയത്. ഗോവിന്ദേട്ടന് എന്തോ തെളിവുകൾ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ പേരിൽ ഞാൻ ഈ വീടിന് പുറത്തായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുഭവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണും സുവർണയും കൂടെ അങ്ങ് പോവുകയാണ്. അവരങ്ങ് പോയി കഴിയുന്ന ഗീത ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കും. ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അജാസ് വരിക. മാഡം കലക്കി, മാഡം തെളിവുകൾ ഉണ്ടാക്കി വരുണിനെ പുറത്താക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ ഇനിയും തെളിവുകൾ ഉണ്ടാക്കി മറ്റു പലരെയും ഇറക്കി വിടുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതായിരിക്കും. ഇവിടെ വേറെ ആൾക്കാരും ഉണ്ടല്ലോ, AGM-ലാണെങ്കിലും അറയ്ക്കലിലാണെങ്കിലും ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ പുറത്തു പോയാൽ മാഡം എനിക്ക് ഒരുപാട് സന്തോഷവും. അത് കേട്ടതും അജാസ് എനിക്ക് മനസ്സിലാവുന്നില്ല, വരുണും എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, അജാസും എന്തൊക്കെയോ പറയുന്നു, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നും ഗീതു ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എന്തൊക്കെയോ തെളിവുകൾ, അതായത് AGM-ൽ നടന്ന കുറച്ച് തിരിമറി തെളിവുകൾ ഗോവിന്ദ് സാറിൻ്റെ കയ്യിൽ കിട്ടി. അത് കിട്ടിയതും ഗോവിന്ദ് സാറ് വരുൺ സാറാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് വരുൺ സാറിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ചെയ്തത്. അത് കേട്ടതും ഉറപ്പാണോ? ഉറപ്പാ ഗീതു മാഡം എന്നും അജാസ് പറയുക. അത് കേട്ടതും ഗീതു, അയ്യോ അജാസ്, ഞാൻ വരുണേട്ടനെതിരെ കുറച്ച് തെളിവുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യ. പക്ഷെ എന്ന് കരുതി ഞാനതൊന്നും കണ്ണേട്ടനെ കാണിച്ചിട്ടില്ല. അപ്പം പിന്നെ ഗോവിന്ദ് സാറ് തന്നെ സ്വയം കണ്ടെത്തിയതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ദേ വരുണെന്ന് പറഞ്ഞ ശല്യം പുറത്തുപോയി. ഇനി മറ്റു പലരും AGM-ൽ നിന്നും അറയ്ക്കലിൽ നിന്നും പുറത്തു പോകാനുണ്ട്. അതിൽ നിന്നൊക്കെ മാഡം ഒരു തെളിവ് കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും അവരെ പുറത്താക്കാൻ മാഡത്തിന് സാധിക്കും. അത് കേട്ടതും ഗീതു, ശരി അജാസ്, ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പറയണം. അത് കേട്ടത് അജാസ് അങ്ങ് പോയി. അജാസ് പോയി കഴിയുന്ന ഗീതു സന്തോഷത്തോടെ അകത്തേക്ക് കയറുക. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ രഞ്ജു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അറയ്ക്കലിൻ്റെ ശത്രുക്കളായവരെയൊക്കെ ഞാൻ ഇറക്കി വിടും എന്നും പറഞ്ഞുകൊണ്ടാണ് രഞ്ജുവിൻ്റെ നിപ്പ്. അപ്പോഴേക്കും ഗീതു വരുന്നത് കണ്ട് രാധിക ആകെ ഇങ്ങനെതായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ രേഖയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക, ഇവളുടെ മുൻപിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു നാടകം കളിച്ചാൽ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്ന ജോലി ചെയ്യാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക തിരിഞ്ഞു നോക്കിയിട്ട് രേഖ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ രേഖ ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കി. വരുണെ ഈ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട സ്ഥിതിക്ക് നീയും ഇവിടെ നിന്ന് ഇറങ്ങണം. അത് കേട്ടതും ഗീതവും രേഖയും കാഞ്ചനയും പ്രിയയും ഒക്കെ ഞെട്ടലോടുകൂടെ അവരെല്ലാവരും എഴുന്നേറ്റതും രേഖ, ഞാൻ എങ്ങോട്ട് പോകാനാ അമ്മേ എന്നും ചോദിക്കുകയാണ്. നീ പോണം, പോയേ പറ്റൂ. ദേ നീ വരുണിൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് നീ ജീവിക്കേണ്ടത് വരുണിനോടൊപ്പം. ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്തോ. അത് കേട്ടതും പ്രിയ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? രേഖേച്ചി എങ്ങോട്ട് പോകാനാ? വരുണേട്ടനോടൊപ്പം പോയാൽ രേഖേച്ചി എവിടെ പോയി ജീവിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ഭർത്താവ് ഇത് കഷ്ടപ്പാട് അനുഭവിച്ചാലും അതിനോടൊപ്പം ഭാര്യ അനുഭവിക്കണം എന്നുള്ളത് നിനക്കറിഞ്ഞൂടെ മോളെ? അറിയാം, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ രേഖേച്ചി പുറത്തു വിടാനൊന്നും പറ്റില്ല എന്നും പ്രിയ പറയുകയാണ്. അത് കേട്ടതും ഗീതു, അതെ, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവും പറയണം. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, വരുണിൻ്റെ ഭാര്യയും വരുണും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. വരുൺ ഇറങ്ങിയ സ്ഥിതിക്ക് ഇവളും ഇറങ്ങട്ടെ എന്നും രാധിക പറയുന്നത് കേട്ട് രേഖ ഭയങ്കരമായിട്ട് കരയുക. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ട് വരിക. ഗോവിന്ദ് വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ രേഖേച്ചി പുറത്തു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ കാഞ്ചന, അത് മാമി சொன்னது ഉന്മത, എന്നതാ இருந்தாലും പുരുഷൻ എങ്കിരിക്കോ അങ്കതാനെ പൊണ്ടാട്ടി ഇരിക്കണോ എന്നും പറയുകയാണ്. ഇത് കേട്ടത് കാഞ്ചന, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ്, ദേ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്നും ചോദിക്കുകയാണ്. അല്ല കണ്ണേട്ടാ, ദേ ഇവിടെ ഇപ്പോൾ വരുണേട്ടൻ ഇറങ്ങിപ്പോയതുകൊണ്ട് രേഖേച്ചിയും ഇറങ്ങിപ്പോണമെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ വരുണേട്ടനും രേഖേച്ചിയും ഇവിടെ തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ പോയാലും ജീവിക്കില്ലല്ലോ. വരുണേട്ടൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ദേ അമ്മയ്ക്കും ഇവിടെയുള്ളവർക്കും നന്നായിട്ട് അറിയാം. ആ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങിയതോ രേഖേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതിന് കാരണക്കാരി ആരാണ്? രാധിക അമ്മ. അതുകൊണ്ട് അമ്മ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അമ്മ ഇറങ്ങി മകൻ്റെ കൂടെ പോയി ജീവിച്ച് മകനെ ഉപദേശിച്ച് ശരിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്രിയ, അത് ഗീതു ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. ദേ രേഖേച്ചി പറഞ്ഞാലൊന്നും
വരുണേട്ടനെ അനുസരിക്കില്ല, അമ്മ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കൂ. അതുകൊണ്ട് അമ്മ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ വീട് വിട്ട് എവിടെയും പോകില്ല എന്നും രാധിക. അത് കേട്ടതും അപ്പം പിന്നെ അമ്മയുടെ തീരുമാനം അമ്മ പറഞ്ഞു. ഇനി രേഖ പറ, ഈ വീട്ടിൽ നിന്നും ആർക്ക് ഇറങ്ങി പോകണോ പോകണ്ടയോ എന്ന് രേഖ തന്നെ തീരുമാനിക്കും. അത് കേട്ടതും രേഖ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട ഗോവിന്ദേട്ടാ. കേട്ടല്ലോ, തീരുമാനം അറിയിച്ചല്ലോ. ഇനിയിപ്പോൾ ആരും ഇവിടെ നിന്ന് പോകണ്ട. അമ്മേ വിട്ടുകളാമ്മേ. ഇല്ല കണ്ണ, അതല്ല, വേണ്ടമ്മേ. രേഖ അമ്മയുടെ തീരുമാനം അമ്മ പറഞ്ഞില്ലേ, അതുപോലെ രേഖയുടെ തീരുമാനം പറയാൻ രേഖയ്ക്കും അവകാശമുണ്ട്. അമ്മ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാനൊരുങ്ങും. അപ്പോൾ പക്ഷെ രാധിക പോകാതെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കണം. പക്ഷേ എൻ്റെ പരിപ്പ് ഇവിടെ വെന്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് മുകളിലേക്ക് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതുവും ഗോവിന്ദൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് അകത്തേക്ക് പോയി കഴിഞ്ഞതും രാധിക ഗീതുവിനെ വിളിക്കുക, നിൽക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗീതു അവിടെ നിന്നു. ഗീതു നിന്നതും രാധിക പറയാ, ദേ നീ എന്തൊക്കെ ചെയ്താലും നിന്റെ പ്ലാനുകളൊന്നും നടക്കില്ലടി. ഈ വീട്ടിൽ നിന്നും രേഖ പുറത്തു പോയിരിക്കും. അത് കേട്ടതും, അതെ, ഈ വീട്ടിൽ നിന്നും രേഖയെ പുറത്താക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. രേഖേച്ചി ഇവിടുന്ന് പുറത്താക്കാൻ ഞാൻ അനുവദിക്കില്ല. ഭർത്താവ് പുറത്തുണ്ടെങ്കിൽ ഭാര്യയെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അതൊന്നും കേൾക്കില്ലടി. എന്തൊക്കെ സംഭവിച്ചാലും രേഖ ഇവിടുന്ന് പുറത്തു പോകും. രേഖേച്ചി ഒരു മിനിറ്റ് പോലും അറയ്ക്കലിൻ്റെ പുറത്തു പോകാൻ നിങ്ങൾ പറഞ്ഞാൽ അതിനുള്ള തീരുമാനം എന്താണെന്ന് എനിക്കറിയാം. ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തോളാം. രേഖേച്ചി ഇവിടുന്ന് ഒരു മിനിറ്റ് പോലും പുറത്തു പോകില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നും പറയുകയാണ്. അത് കേട്ടതും, ദേ എൻ്റെ വരുണിനെ പുറത്താക്കിയിട്ട് അവളിവിടെ സുഖിച്ച് ജീവിക്കേണ്ട. നീയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെയും ഞാൻ ഈ വീടിൻ്റെ പുറത്താക്കും. അത് കേട്ടതും, എനിക്കറിയാം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന്. രേഖേച്ചി ഈ വീടിൻ്റെ പുറത്താക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെന്ന് എനിക്കറിയാം, ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖയേച്ചി ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ എരിപിരി കയറ്റി ടെൻഷനാക്കി എങ്ങനെയെങ്കിലും വരുണേട്ടനെ തിരിച്ചു വിളിക്കാം. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? നടക്കില്ല രാധികാമ്മേ. ഇനി വരുണേട്ടൻ ഈ അറയ്ക്കലിൻ്റെ പടി ചവിട്ടില്ല. പിന്നെ നിങ്ങൾ ഒരുപാട് കാണിച്ച അടുത്ത തെളിവ് നിങ്ങൾക്കെതിരെയുള്ളതായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാധിക, ഞാനൊരു പ്ലാൻ ചെയ്യുന്നതും ശരിയാകുന്നില്ലല്ലോ. ഈ ഗീതു എന്ന് പറയുന്നവൾ ഇല്ലാതായാൽ എല്ലാം ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് രാധികയും ദേഷ്യപ്പെട്ട് താഴേക്ക് പോവുകയാണ്. ഈ സമയം പിന്നീട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് പോവുക. ഞാൻ ചെയ്യേണ്ടത് എന്തായാലും കണ്ണേട്ടൻ തന്നെ കണ്ടുപിടിച്ചു, സന്തോഷമായി. എത്രയും പെട്ടെന്ന് ഇനി രാധികാമ്മയെ കൂടെ അറയ്ക്കലിൻ്റെ പടി ഇറക്കി വിടണം, എന്നാലേ സമാധാനമാകും എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാരി മാറാൻ ഒരുങ്ങുമ്പോഴേക്കും ഗോവിന്ദ് വരിക. ഗോവിന്ദ് വന്നതും, അയ്യോ സോറി ഗീതു, ഞാൻ അറിഞ്ഞില്ല. ഒന്നും കാതകിൽ മുട്ടിയിട്ട് വരണ്ട കണ്ണേട്ടാ, എന്തിനാ ഇങ്ങനെ തുറന്നു വരുന്നേ? സോറി എന്ന് പറഞ്ഞില്ലേ? ഞാൻ സോറി പറഞ്ഞല്ലോ. കാണാനുള്ളത് മുഴുവനും കണ്ടേച്ചും എന്ത് സോറി? ഇതെന്തിനാ, ഞാൻ എന്ത് കണ്ടു എന്ന് നീ പറയുന്നേ? വേണ്ട, ഇതൊക്കെ ആണുങ്ങളുടെ പല അടവുമല്ലേ, എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ കളിയാക്കുക. അതേ ഗീതു, നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നാ കണ്ണേട്ടൻ പുറത്തു പോ, ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഡ്രസ്സ് മാറിയിട്ട് പറയാനൊന്നും നേരമില്ല. നീ ഒരു കാര്യം ദേ ഡ്രസ്സ് മാറിക്കോ, ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കാം, എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞോളാം. അത് കേട്ടതും, അയ്യടാ, എന്നിട്ട് ഇതിൽ തിരിഞ്ഞ് ഒളിഞ്ഞു നോക്കാനല്ലേ? അത് കേട്ടതും, അയ്യോ അല്ല, അത്രയ്ക്ക് നിനക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വാതിൽ കുറ്റിയിട്ടുകൂടായിരുന്നോ? ഞാൻ വാതിൽ കുറ്റിയിടാഞ്ഞത് ഈ മുറിയിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആരും അവകാശത്തോടെ കയറി വരില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഗോവിന്ദനെ കളിയാക്കുക. അത് കേട്ടതും, എന്നാ ഞാൻ പോവാ. കണ്ണേട്ട സാരമില്ല, കണ്ണേട്ടൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നോക്കുവാണ്. അപ്പോൾ ഗോവിന്ദ്, അതെ ഗീതു, ഞാൻ ഇത്രയും നേരം ഇരുന്ന് ആലോചിക്കുമായിരുന്നു. എന്തൊക്കെയായാലും അമ്മ പറഞ്ഞതിലും കാര്യമില്ലേ, വരുൺ ഈ വീടിൻ്റെ പുറത്തു പോയി. അപ്പോൾ വരുണിൻ്റെ ഭാര്യയാണല്ലോ രേഖ. അങ്ങനെയുള്ളപ്പോൾ രേഖ വരുണിനോടൊപ്പം അല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെയാവുമ്പോൾ രേഖയും ഈ വീടിൻ്റെ പുറത്ത് പോകുന്നതല്ലേ നല്ലത്? ആഹാ എന്തൊരു നല്ല ഐഡിയ. അല്ലെങ്കിൽ തന്നെ വരുണേട്ടൻ രേഖേച്ചിക്ക് ഇവിടെ ഒരു സൗകര്യവും കൊടുക്കാറില്ല. എന്തൊക്കെ സംഭവിച്ചാലും രേഖേച്ചിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ വരുണേട്ടന്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ രേഖേച്ചി വരുണേട്ടൻ്റെ ഒപ്പം പോകണമെന്നും പറഞ്ഞ് പോയാൽ എങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഗോവിന്ദേട്ടന് തോന്നുന്നുണ്ടോ? എന്തൊക്കെയായാലും ഒരിക്കലും രേഖേച്ചി അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ
വരുണേട്ടന് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ അവിടെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് വരുണേട്ടൻ ദേഷ്യം കൊണ്ട് രേഖേച്ചി ഏതെങ്കിലും ഫാനിൽ കെട്ടിത്തൂക്കിയിടും, അത് ഉറപ്പാ. അത് കേട്ടതും ഗോവിന്ദ ആലോചിക്കുകയാണ്, അയ്യോ അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പം കാര്യം പിടികിട്ടിയല്ലോ. ഇനിയിപ്പോൾ കണ്ണേട്ടനായിട്ട് ഒന്നും ചെയ്യണ്ട. രേഖേച്ചി ഇറക്കി വിട്ടാൽ ഉറപ്പായിട്ടും രേഖേച്ചി മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിനേക്കാൾ നല്ലത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് കൊല്ലുന്നതല്ലേ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ പാവത്തിനെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, വരുണേട്ടൻ്റെ കൈ കൊണ്ട് ചാകേണ്ട ആവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്, അത് ശരിയാണ്, അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ദേ ആദ്യം വരുണേട്ടൻ പുറത്തായി, ഇനി ഇവിടെ ആരെങ്കിലൊക്കെ തെറ്റ് ചെയ്താൽ അവരും പുറത്താകും. ഓ അപ്പം നീ എന്നെയും പുറത്താകും? വേണ്ടി വന്നാൽ അതും ചെയ്യും. ഓ സോറി, ഞാനിനി ഒരു തെറ്റിനും ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല, ധൈര്യമായിട്ടിരുന്നോ, അപ്പം പുറത്താകേണ്ടി വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ കളിയാക്കുകയാണ് ഗീത. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.